പൂർവകാല മുസ്ലിം ശാസ്ത്രജ്ഞന്മാർ. ക്രിസ്താബ്ദം 700-നും 1300-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ശാസ്ത്ര ഗവേഷണ മേഖലകളിൽ ലോകത്തിന് വിലപ്പെട്ട സംഭാവനകൾ അർപ്പിച്ച മുസ്ലിം ശാസ്ത്രജ്ഞന്മാരിൽ ചിലരുടെ വിവരങ്ങളാണ് ഈ സ്റ്റാളിൽ കൊടുത്തിരിക്കുന്നത്. സാമൂഹ്യ ശാസ്ത്രത്തിന്റെ പിതാവും നാഗരികതകളുടെ ഉത്ഥാന പതനങ്ങളുടെ അടിസ്ഥാന കാരണങ്ങൾ ഗവേഷണം നടത്തിയ ആദ്യത്തെ ചരിത്രകാരനുമാണ് ഇബ്നു ഖൽദൂൻ. 7 വാള്യങ്ങളിലായി അദ്ദേഹം എഴുതിയ ലോക ചരിത്ര ഗ്രന്ഥത്തിന്റെ 1019 പേജുകളുള്ള ആമുഖം മുഖദ്ദിമ എന്ന പേരിൽ പ്രത്യേകം ഗ്രന്ഥമാക്കിയിട്ടുണ്ട്. തത്വചിന്ത, ഗണിതശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ അനേകം ഗ്രന്ഥങ്ങൾ വേറെയും രചിച്ചിട്ടുണ്ട്. AD 1045 അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. യൂറോപ്പിൽ തത്വചിന്തയെ സ്വാധീനിച്ച പ്രസിദ്ധ തത്വചിന്തകനും ശാസ്ത്രജ്ഞനും യുക്തിചിന്തയുടെ തത്വങ്ങൾ ആവിഷ്കരിച്ച മഹാനുമാണ് ഇബ്നു റുഷ്ദ്. തത്വശാസ്ത്രത്തിന്റെ മരണത്തോടെ എന്റെ ആത്മാവ് മരിക്കും എന്ന ആപ്തവാക്യം അദ്ദേഹം മരണശയ്യയിൽ കിടക്കുമ്പോൾ പറഞ്ഞതാണ്. 1098 അദ്ദേഹം മരിച്ചു. വ്യാസം അളക്കാനുള്ള ബിറൂനി മെത്തേഡ്, 9 ലോഹങ്ങളുടെ ജനറ്റിക് ഭാരം എന്നിവ കണ്ടുപിടിക്കുകയും ദ്രവങ്ങളുടെ മർദ്ദത്തെക്കുറിച്ച് സിദ്ധാന്തം ആവിഷ്കരിക്കുകയും ചെയ്ത ശാസ്ത്രജ്ഞനാണ് അൽ ബിറൂനി. ചരിത്രം, ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം, മരുന്നുകൾ എന്നിവയിൽ 100-ൽ പരം ഗ്രന്ഥങ്ങൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. 1048 ചരമം പ്രാപിച്ചു. ലോഗരിതം കണ്ടുപിടിക്കുകയും ഗണിതശാസ്ത്രം, ജ്യോതിശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്ത മഹാനാണ് അൽ ഖവാരിസ്മി. ബൈത്തുൽ ഹിക്മ എന്ന ഗവേഷണ സ്ഥാപനത്തിന്റെ ഡയറക്ടറായിരുന്നു അദ്ദേഹം. അൽ ജബ്റു വൽ മുഖാബല എന്ന ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേരിൽ നിന്നാണ് അൽ ജിബ്ര എന്ന പ്രയോഗം പ്രചരിച്ചത്. AD 850 ആയിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം. വൈദ്യശാസ്ത്രം, ജന്തുശാസ്ത്രം എന്നിവയിൽ കൃതികൾ രചിക്കുകയും മരുന്നിന്റെയും ഭക്ഷണത്തിന്റെയും ഒരു നിഘണ്ടു തയ്യാറാക്കുകയും ചെയ്ത മഹാനാണ് ഇബ്നുൽ ബിഥാൻ. ഇദ്ദേഹം AD 1248 പരലോകം പ്രാപിച്ചു. ഇബ്നുൽ ഹൈത്തം ഗണിതശാസ്ത്രം, വൈദ്യശാസ്ത്രം, ഊർജതന്ത്രം മുതലായ വിഷയങ്ങളിൽ 200-ൽ പരം ഗ്രന്ഥങ്ങൾ രചിച്ചു. കണ്ണിന്റെ ഘടന ഗവേഷണം നടത്തി. പ്രകാശശാസ്ത്രത്തെക്കുറിച്ചും മഴവില്ലിനെക്കുറിച്ചും വിശദീകരിച്ചു. പ്രകാശത്തിന്റെ റിഫ്ലാക്ഷൻ, വർണ്ണം, കാഴ്ച എന്നീ പ്രതിഭാസങ്ങളെ വിശദീകരിച്ച് ഇദ്ദേഹം തയ്യാറാക്കിയ ഒപ്റ്റിക്സ് എന്ന കൃതി ഏറെ പ്രസിദ്ധമാണ്. AD 1039 ഇദ്ദേഹം ചരമമടഞ്ഞു. ജാബിർ ബിൻ ഹയ്യാൻ ആധുനിക കെമിസ്റ്റുകളിൽ ഒന്നാമനായി കണക്കാക്കുന്നു. ആസിഡുകൾ കണ്ടുപിടിച്ചു. സോഡിയം കാർബൺസ്, പൊട്ടാസ്യം, ആർസനിക്, സിൽവർ, നൈട്രേറ്റ് എന്നിവയെക്കുറിച്ച് പഠനം നടത്തി. 500ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചു. AD 815 നിര്യാതനായി. അൽ ഖാനൂൻ ഫിത്വിബ് എന്ന പേരിൽ വൈദ്യശാസ്ത്ര ഗ്രന്ഥം രചിക്കുകയും ആദ്യമായി ക്ഷയരോഗത്തെ തിരിച്ചറിയുകയും മനഃശാസ്ത്രം ഒരു ശാസ്ത്രശാഖയായി അവതരിപ്പിക്കുകയും ചെയ്ത ശാസ്ത്രജ്ഞനായിരുന്നു ഇബ്നു സീന. ഇദ്ദേഹം 15 രോഗങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുകയും 760 മരുന്നുകൾ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥം നൂറ്റാണ്ടുകളോളം യൂറോപ്യൻ മെഡിക്കൽ കോളേജുകളിൽ ടെക്സ്റ്റ് ബുക്കായിരുന്നു. AD 1036 ചരമമടഞ്ഞു. ട്രിഗണോമെട്രിയുടെ ആദ്യ പിതാവും പ്രസിദ്ധനായ ജ്യോതിശാസ്ത്രജ്ഞനുമായിരുന്നു അൽ ബത്താനി. ഗണിതശാസ്ത്രത്തിലെ സൈനും കോസൈനും കണ്ടുപിടിച്ചു. നവോത്ഥാന കാലം വരെ ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ റഫറൻസ് ഗ്രന്ഥങ്ങളായിരുന്നു. AD 929 മരണമടഞ്ഞു. ലോകത്തെ 7 മേഖലകളാക്കി തിരിച്ച് ആദ്യമായി ഭൂപടം വരച്ച ശാസ്ത്രജ്ഞനാണ്
അൽ ഇദ്രീസി. ചക്രവാളത്തിലെ പര്യവേക്ഷണത്തിന്റെ പാത എന്ന അദ്ദേഹത്തിന്റെ കൃതി 3 നൂറ്റാണ്ടോളം യൂറോപ്യൻ സർവകലാശാലകളിൽ റഫറൻസ് ഗ്രന്ഥമായിരുന്നു. AD 1116 ദിവംഗതനായി. ആധുനിക എയറോനോട്ടിക് സയൻസിന്റെ പിതാവാണ് അബ്ബാസ് ബിൻ ഫിർനാസ്. AD 887 മരണമടഞ്ഞു. താബിത്ത് ബിൻ ഖുറ അനലിറ്റിക്കൽ ജോമട്രിയിലെ അതികായൻ. ഗണിതശാസ്ത്രത്തിലെ കാൽക്കുലസ്, ജോമട്രി രൂപങ്ങളിലെ ഗുരുത്വ കേന്ദ്രം എന്നിവ കണ്ടുപിടിച്ചു. ജ്യോതിശാസ്ത്രത്തിലും വൈദ്യശാസ്ത്രത്തിലും അനേകം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. AD 900 ചരമമടഞ്ഞു.